അദ്ദേഹം പറഞ്ഞു നമ്മളോട് മെറ്റീരിയൽ റൂമിൽ സ്ട്രോങ് റൂമിനോട് ചേർന്ന് ഈ പെരിമീറ്ററിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നർ പെരിമീറ്ററിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പിന്നെ എങ്ങനെ വന്നു അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. ഇതിന് അല്ല ഒരിക്കലല്ല. പോസ്റ്റൽ ബാലറ്റും ബാലറ്റല്ലേ എന്താ? അല്ല പോസ്റ്റൽ അല്ലല്ല. നിങ്ങൾ നോക്കൂ, പേരാമ്പ്രയുടെ 5 സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് 6ാമത് സ്ട്രോങ് റൂം എഴുതി വെച്ചിരിക്കുന്നതാണ് മെറ്റീരിയൽ റൂം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്നർ പെരിമീറ്ററിനകത്ത് മെറ്റീരിയൽ റൂം വെച്ച് ഒന്ന്. രണ്ടാമത്, അതിനകത്ത് പോലീസ് എസ്.പിക്കോ അല്ലെങ്കിൽ കലക്ടർക്കോ അല്ലാതെ കേന്ദ്ര സേനയ്ക്ക് മാത്രം പ്രവേശിച്ചെടുത്ത് ഉദ്യോഗസ്ഥർ കടന്നു. ഒരു തവണയല്ല, ഒരു ദിവസം ഇഷ്യൂ ഉണ്ടായപ്പോൾ അതേ ഏരിയയിൽ തുറന്നില്ലെങ്കിലും പ്രവേശിച്ചു. ആറോ വിത്ത് 4 സ്റ്റാഫാണ് പ്രവേശിച്ചത്. അതിനെതിരെ നോട്ടീസ് അയച്ചു. എന്ത് ആക്ഷൻ എടുത്തു കലക്ടർ? അതായത് ഞങ്ങൾ കലക്ടറെ പേഴ്സൺ കണ്ടപ്പോൾ നേരിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും അവിടെ മെറ്റീരിയൽ റൂം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹമാണല്ലോ കസ്റ്റോഡിയൻ ജില്ലയുടെ. അപ്പം മെറ്റീരിയൽ റൂം അദ്ദേഹത്തിന് അനുമതി ഇല്ലാതെ ഇങ്ങനെ വന്നു അവിടെ. അദ്ദേഹം പറഞ്ഞു നമ്മളോട് മെറ്റീരിയൽ റൂമിൽ സ്ട്രോങ് റൂമിനോട് ചേർന്ന് ഈ പെരിമീറ്ററിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നർ പെരിമീറ്ററിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പിന്നെ എങ്ങനെ വന്നു അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. ഇതിന് ഉത്തരം അവർ പറയണം, കറക്റ്റായിട്ട് പറയണം. അതാണ് വിഷയം. ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, ഞങ്ങൾ നേരിട്ട് പോയിട്ട് പറഞ്ഞല്ലോ അത് കസ്റ്റഡിയിലെടുക്കണം, കസ്റ്റഡിയിൽ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കണം നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ 2 വീഴ്ച കണ്ടെടുത്തില്ലേ? ഈ പേരാമ്പ്ര തുറന്നുമായിട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഒന്ന്. രണ്ടാമത് അദ്ദേഹം നോട്ടീസ് അയച്ചു കൂടെ പറഞ്ഞല്ലേ കൊയിലാണ്ടി അതിന് നമ്മൾ എന്താ ആക്ഷൻ ഉണ്ടായത്? അത് ആക്ഷൻ ഉണ്ടായത് മാത്രമല്ല, ഞാൻ 2 ദിവസം നേരത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, ഫോൺ എടുക്കുന്നില്ല. 2 ദിവസം ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് അല്ലല്ല, ഇതിൽ കേൾക്കൂ, എന്ത് നടന്നാലും അവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അല്ല, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഇത് ഇലക്ഷന്റെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണെന്ന്. അല്ല, നമ്മുടെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെ എന്ത് നടന്നാലും നിങ്ങളെതൊക്കെ അവിടെ എന്ത് നടന്നാലും അവർ എൻട്രി ചെയ്യാൻ പോലും പാടില്ലാത്ത സ്ഥലത്ത് ഇരുന്ന് എന്ത് നടത്തിയാലും കുറ്റകരല്ലേ? എന്ത് നടത്തി നമുക്ക് പറയാൻ പറ്റുമോ? അല്ല എന്ന് പ്രവാസി വോട്ട് പറഞ്ഞു എന്നാണെന്ന് പറഞ്ഞത്. അത് ചെയ്യേണ്ട സ്ഥലം അത് ചെയ്യേണ്ട സ്ഥലം മെറ്റീരിയൽ റൂമല്ല. രണ്ടാമത്തെ, നിങ്ങളിപ്പോൾ നോക്കേണ്ടത്, ഒരു കാരണവശാലും ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലത്ത് കുറച്ചാൾ എൻട്രി ചെയ്ത കുറ്റമല്ലേ? അവിടെ എന്ത് നടന്നാലും കുറ്റമല്ലേ? ഞങ്ങൾ അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അല്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞല്ലോ അതിന്റെ ട്രാൻസ്പെറൻസി, അതിന് മറ്റുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഓർഡർ തീർക്കല്ലോ കൃത്യമായി പറഞ്ഞു. മനസ്സിലാവുന്നത് കലക്ടർ ഇതിന് ആക്ഷൻ എടുക്കാത്തത് അവസാനം മെറ്റീരിയൽ റൂം സ്ട്രോങ് റൂം പരിസരത്ത് താമസിച്ച ഉത്തരവാദിത്വം കലക്ടർ തന്നെ വരും. അത് പഠിച്ചിട്ട് നടത്താനുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നില്ല, ശ്രമം നടന്നു. പക്ഷേ ആ സംശയമുള്ളത് കൊണ്ടാണ് VVPAT എണ്ണണമെന്ന അല്ല ഞങ്ങൾ CU അയച്ചിരിക്കുന്നത്. ഇനി ഒരെണ്ണോട് ഞങ്ങൾ പറയാം. അതായത് ഞങ്ങളിപ്പോൾ ഫോം 17 ഞങ്ങൾ എല്ലാ കൗണ്ടിങ് ഏജന്റിനും കൂടെ നിർദ്ദേശം, ഫോം 17 ബാലറ്റ് അക്കൗണ്ടും 17C അതുപോലെ തന്നെ അവിടെ മെഷീൻ്റെ അകത്തുള്ള വോട്ടും ഒത്താൽ മാത്രമേ എണ്ണാൻ സമ്മതിക്കാവുള്ളൂ പറഞ്ഞിരിക്കുന്നത്. അതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രസ്താവന ഞങ്ങൾ സ്റ്റേറ്റ് UDFൻ്റെയും ഡിസ്ട്രിക്ട് UDFൻ്റെയും പരസ്യമായിട്ട് വന്നതാണ്. സ്വാഭാവികമായിട്ടും അതിലെന്തെങ്കിലും കൃത്രിമം നടന്നാൽ ഞങ്ങളെ കൗണ്ടിങ് ഏജൻറ്റ് കൗണ്ടിങ് നിർത്തിവെക്കാൻ പറയുമല്ലോ. അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച റീപോളിംഗ് ആണെങ്കിലോ അതിനാണ് ശ്രമമെങ്കിലോ ഞങ്ങളെ സംശയം ആ രീതിയിലേക്കും പോകല്ലോ. പോയിക്കൂടെ സംശയം? അല്ല, വരട്ടെ. അല്ല, അതാണല്ലോ ശ്രമം. ഏതായാലും തോറ്റു കിടക്കുക എന്ന് റീപോളിംഗ്. അപ്പൊ അട്ടിമറി എന്നുള്ളത് ഒറ്റയടിക്ക് മെഷീൻ മാത്രമല്ല, പലതരത്തിലുള്ള അട്ടിമറിയുമാവാമല്ലോ. ഞങ്ങളുടെ ചിന്ത അവരുടെ ചിന്തിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഇതിന് അങ്ങനെ പോകുന്നു. എന്ത് ചെയ്താലും ടെക്നോളജി ഡെവലപ്ഡ് ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. ഞാൻ എന്റെ ചോദ്യം ഞാൻ ഇനി പോട്ടെ. അതായത് അവിടെ നിങ്ങൾ പറയേണ്ടത്
ഒരാളെ മനുഷ്യന്റെ ശരീരത്തിൽ 10 കുത്തു കുത്തിയേ മരിക്കുന്നുള്ളൂ. 3 കുത്തു കുത്തി നിർത്തിയാലും ക്രിമിനൽ കുറ്റത്തിനല്ലേ. ഇവിടുത്തെ ചോദ്യം അതൊന്നുമല്ല. ഈ റിസ്ട്രിക്റ്റഡ് ഏരിയയിൽ എൻട്രി ചെയ്ത തെറ്റ്, അവിടെ മെറ്റീരിയൽ താമസിച്ച തെറ്റ്, അവിടെ എൻട്രി ചെയ്ത ആളുകളെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഒരു ചോദ്യത്തെ 13 ജയിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അഭിമാനിക്കില്ലല്ലോ. ഞങ്ങളെ സംശയം ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിൽ എന്താ അവർക്ക് കണ്ടല്ലോ. എത്ര സീറ്റ് ജയിക്കുന്നു ഇത്ര അവിശ്വാസം പറയും. എങ്ങനെ അല്ല, അത് ഇനി മാറിക്കോളും. ഉദ്യോഗസ്ഥർ അവിടെയാണ് സംശയം. അത് നമ്മൾ പറഞ്ഞല്ലോ, ആമുഖമായി പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ ഗുരുതരമായ വിഷയം ഉന്നയിച്ചിട്ട് ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് വലിയ ചർച്ച വന്നിട്ട് പോലും ഒരു പ്രതികരണവും മറ്റു പാർട്ടികളിൽ നിന്ന് വരാതിരിക്കുന്ന അവരറിഞ്ഞുകൊണ്ടാണോ? അല്ല, 14 കാണാം. അത് കൃത്യമായിട്ട് എല്ലാവരും നിങ്ങൾ മീഡിയാസിനാണ് പറഞ്ഞത് UDF അഡ്ജുണ്ട്. UDF തീർച്ചയായിട്ടും ഇവിടെ നല്ല മികച്ച ഞങ്ങൾ പറയുന്നു UDF നിങ്ങൾ ചോദിക്കണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ട്.